ലേഷ് ഡാ നിക്കടാ. ലേഷ് ഡാ. കെവിൻ, നിന്റെ പ്രശ്നം എന്താ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ പ്രശ്നം അത് നീ അല്ലേടാ. ലേഷ് ഐ എം സോറിടാ. ഞാൻ വീട്ടിൽ ചാടാൻ നോക്കിയതാ, പക്ഷെ അമ്മ എന്നെ പൊക്കി, അതുകൊണ്ടാടാ. നീ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ ഡാഡിയുടെ കൈയും കാലും പിടിച്ചിട്ടൊന്ന് വീടിൻ്റെ വെളിയിറങ്ങിയത്. നിന്നെക്കാത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് എത്ര നേരം നിന്നെന്ന് നിനക്കറിയാമോ? അന്നേരം അവൻ മെസ്സേജ് ഇട്ടേക്കും, എനിക്കിന്ന് വരാൻ പറ്റില്ല, സോറിന്ന്. അന്നേരം നിന്നെ എൻ്റെ കൈ കെട്ടിങ്ങനെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചാനെ. എന്നിട്ട് എനിക്ക് വീട്ടിലും പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പാർട്ടിക്കും പോകാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ശിവാംശനെ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ പോയത്. പക്ഷെ ഞാൻ നിന്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചത്. ഡാ, ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ വീട്ടിൽ ചാടാൻ നോക്കിയതാ, പറ്റാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വന്നാനെ. നീ ഒരു തവണ എന്നോട് ക്ഷമിക്കടാ പ്ലീസ്. നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം ഇപ്പൊ തന്നെ. ഡാ, ഒന്ന് ക്ഷമിക്കടാ എന്റെ പൊന്നല്ലേ, മുത്തല്ലേ, പഞ്ചറല്ലേ, പ്ലീസ്. ഈ ഒരു തവണ ഒന്ന് ക്ഷമിക്കടാ. ഡാ ലക്ഷ്യ, ക്ഷമിക്കാം, പക്ഷെ അത്ര പെട്ടെന്ന് ക്ഷമിച്ചാൽ എങ്ങനെ ശരിയാവുന്നത്? നീ ഒരു കാഞ്ചി ആ റോഡിൻ്റെ അപ്പുറത്തെ ചേച്ചി കുറെ ഫ്ലവർ വെക്കുന്നുണ്ടോ? ആ ചേച്ചി അടുത്ത് പോയിട്ട് എനിക്കൊരു ബൊക്കെ മേടിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് തന്നു കഴിയുമ്പോൾ ഞാൻ ക്ഷമിക്കാം. അത്രേ ഉള്ളൂ? ഓക്കെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. കെവിൻ, 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 കെവിൻ എഴുന്നേക്ക്. കെവിൻ, കെവിൻ എഴുന്നേക്ക്. കെവിൻ, കെവിൻ. ലഷ്, നീ എന്തൊരു ഒച്ച വെച്ചേ? എന്താ പറ്റി? ഒന്നുമില്ല. ലഷ്, നീ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളോ? ലഷ്, ഇന്നെന്റെ കല്യാണം, അതിനൊക്കെ ഓർമ്മയുണ്ടോ? 12 മണിക്ക് നമ്മളെ ചടങ്ങ് വെച്ചിരിക്കുന്നത്. 12 മണിക്ക് നമുക്ക് അവിടെ എത്തണം. ഇപ്പത്തെ ടൈം 9 മണിയായി. ഇനിയെങ്കിലും എഴുന്നേറ്റ് പോയി റെഡിയാക്കാൻ നോക്ക്. റെഡിയായിട്ട് താഴേക്ക് വാ. Throw away the cars. Give me a clear night underneath all the stars. I don't want no concrete jungles, no suburbia. I just want somewhere that the blue skies are. So come with me to a place so far, where the palm trees dance and sway. So run with me. If we leave right now, we might make it in time. The sunset is fading, but the light's not gone. The ocean waves have just begun. The water is calling, the night is young. So if I lay down, will you come? So if I lay down, will you come? So if I lay down, will you come? I don't wanna leave this place, I don't wanna go. For some reason I felt like that I've always known. This is where we're meant to stay, where we should be. This place is where the sun shines forever free. The sunset is fading, but the light's not gone. The ocean waves have just begun. The water is calling, the night is young. So if I lay down, will you come? ഓയ്, എൻ്റെ ഹസ്ബൻഡ് കാര്യമായിട്ടൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്താ, നമ്മുടെ ഫസ്റ്റ് ഡേറ്റിനെ പറ്റിയാണോ? മൈ ഡിയർ ഹസ്ബൻഡ്, നീ എനിങ്ങനെ നോക്കിക്കൊല്ലാൻ പോവാണോ? ശിവാംശ്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ നിന്റെ വായടിച്ച് വെക്കുന്നത് നിനക്ക് നല്ലത്. നിനക്ക് നിന്റെ ഒരേ ഒരു ഹസ്ബൻഡിനോട്, അതും ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന്, ദേഷ്യം തോന്നാവോ? അങ്ങനെ ദേഷ്യം തോന്നുന്നത് ശരിയാണോ? പറയടാ. ശിവാംശ്, നീ നിർത്ത്. നീ ഇപ്പൊ തന്നെ കുറെ ഓവറാ.
നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നോ? നിന്റെ മനസ്സിൽ എപ്പോഴാണ് എന്നോട് ഇങ്ങനെയൊക്കെ തോന്നിയത്? ലഷ്ഡാ, നീ മിണ്ടിപ്പോകല്ലോ. നീ നിന്റെ വീട്ടുകാരോട് നമ്മളെ കല്യാണം ഉറപ്പിച്ചിട്ട് പോയി അന്ന് തൊട്ട് ഞാൻ നിന്നെ വിളിക്കുന്ന. നീ എൻ്റെ ഒരു കോള് പോലും എടുത്തില്ല. ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിലെ ഓഫീസിലൊക്കെ വന്നു. നീ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ നിന്നെ കാണുന്ന എൻഗേജ്മെന്റ് അന്ന് നീ എന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നു. പിന്നെ ഞാൻ നിന്നെ കാണുന്ന ഇന്ന് നമ്മുടെ കല്യാണത്തിന്. നീ എപ്പോഴും പറയൂലോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന്. പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? എന്നെ പറ്റി എല്ലാം നിനക്ക് അറിയാലോ. എനിക്ക് കെവിനുള്ള വേറെ ആളെ പറ്റി ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല, നിനക്ക് അറിയാഞ്ഞല്ലോ. എന്നിട്ട് നീ ലഷ്ഡാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ എന്നെ തൊട്ടുപോകല്ലോ. നീ എന്നെ ഇപ്പൊ തൊടുന്നത് പോലും എനിക്ക് ഡിസ്കസിങ് ആയിട്ടാ തോന്നുന്നത്. പിന്നെ നീ എന്നോടൊന്നും പറയും വേണ്ട, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കുകയും വേണ്ട. ഓക്കെ, ഞാൻ നിന്നോടൊന്നും പറയുന്നുമില്ല, നീ ഒന്നും കേൾക്കുകയും വേണ്ട. നിനക്ക് എപ്പോഴെന്നോട് സംസാരിക്കാൻ തോന്നുന്നു അപ്പം നീ എൻ്റെ അടുത്ത് വാ. അപ്പം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇപ്പം നീ തീരെ ഓക്കെ അല്ല, നീ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് നിന്റെ കൂടെ ഈ റൂമിൽ കിടക്കാൻ പറ്റത്തില്ല. നീ ഓൾറെഡി ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ ഈ റൂമിലല്ല കിടക്കുന്നത്, പിന്നെന്താ? അന്ന് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ഇന്ന് നീ എൻ്റെ ഹസ്ബൻഡാ. എനിക്ക് നിന്റെ കൂടെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. നീയോ ഞാൻ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ വെളിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കണ്ടാൽ എന്ത് വിചാരിക്കും? നീ ഒരു കാര്യം ചെയ്ത് നീ ആ ബെഡിൽ കിടന്നോ, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് മോനെ. മോനെന്താ അത്ര നേരത്തെ എണീറ്റേ? അത് ശിവാംശി വെളുപ്പിനെ എഴുന്നേക്കുന്ന കാണുമ്പോൾ അപ്പൊ പിന്നെ ഞാനും അങ്ങ് എഴുന്നേക്കാന്ന്. മോനറിയാലോ, അവന് രാവിലെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ ചെന്ന് കയറണം. അതിന് വേണ്ടിയിട്ട് അവൻ നേരത്തെ എണീറ്റ്. അവൻ നേരത്തെ മോൻ എണ്ണേക്കാൻ നിൽക്കണ്ട. മോൻ എപ്പോഴും എണ്ണേക്കുന്നൊന്നും അപ്പം എണ്ണീറ്റാൽ മതി. മോന്റെ ചായ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തു കുടിച്ചോ. കുടിച്ചോളാം. എന്ത് പറ്റും മോനെ, മോക്ക് വല്ലാതിരിക്കുന്നേ? നൈറ്റ് ശിവാംശമായിട്ട് വരക്കിട്ടല്ലേ? മോനോർക്കുന്നേ ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളുടെ എല്ലാ കാര്യവും എനിക്കറിയാൻ പറ്റും. ദിവസം ശിവാംശം എന്ന് പറഞ്ഞു അവന് മോനെ ഇഷ്ടമാണെന്നും മോനെ കല്യാണം കഴിക്കണമെന്നൊക്കെ. അത് കേട്ടോ ഞങ്ങൾ ഞെട്ടി. ഇത്ര നാളും ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞു മോൻ്റെ ഡാഡിയോട് സംസാരിച്ചു, ഡാഡി നമ്മളോടൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞങ്ങളുടെ എതിരെ പറയാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല. മോൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ മോൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ശിവാംശന് മാത്രം മോനോട് ഫീലിങ്സ് ഉള്ളൂ, മോന് ശിവാംശനോട് അങ്ങനെയൊന്നുമില്ലെന്ന്. പിന്നെ മോൻ്റെ ഡാഡി എൻഗേജ്മെൻ്റ് ഡേറ്റ് വരെ അവിടെ നിന്ന് തീരുമാനിച്ചു. മോന് ദിവസം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. എനിക്കറിയാം മോന് ശിവാംശയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഒരു ഹസ്ബൻഡായിട്ട് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ലെന്ന്. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയുള്ള ജീവിതം കൊണ്ട് നിങ്ങൾ ഒരുമിച്ചല്ല ജീവിക്കേണ്ടത്. അതുകൊണ്ട് മോൻ പതിയെ അവനെ അംഗീകരിച്ചേ പറ്റൂ. പെട്ടെന്ന് വേണമെന്നൊന്നും ഞാൻ പറയില്ല, പതിയെ പതിയെ മതി. അത് മോനെ കൊണ്ട് പറ്റും. അതാ ഇനിയുള്ള നിങ്ങളുടെ രണ്ടുപേരും ലൈഫിന് നല്ലത്. റൂമിലേക്ക് പോവാണെങ്കിൽ ഈ ചായ ശിവാംശനും കൂടെ കൊടുത്തേക്ക്. അവനിപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കാണും. ഓ, രാവിലെ തന്നെ സീനാണോ? അല്ല, ഈ ചായ എനിക്കാണോ? രാവിലെ അമ്മ എനിക്ക് ടൈമിൽ ചായ ആയിട്ട് വരുന്ന ഇന്ന് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ താങ്ക്സ്. അല്ല, ഞാൻ പുറത്ത് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നില്ല, നീ തന്നെ പോക്കോ. പിന്നെ പഴയതുപോലെ എൻ്റെ കാര്യം ഇടപെടാനോ എന്നോട് അടുക്കാനോ നീ വരണ്ട, അതാണ് എനിക്ക് നല്ലത്.
ലഷ്, ദേവ്, താനോ? ആ ഞാൻ തന്നെ. നീ ഷോപ്പിംഗ് എങ്ങനെയാണോ, ഒറ്റയ്ക്കാണോ അല്ല കൂടെ ശിവാംശുണ്ടോ? ശിവാംശില്ല, ഞാനും ശിവാംശിന്റെ അമ്മയും കൂടിയാണ് വന്നത്. ഓ, എന്നിട്ട് അവൻ്റെ എവിടെ? അമ്മ അവിടെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ കരുതി ഈ ബാഗൊക്കെ കൊണ്ട് കാറി വെക്കാമെന്ന്. ഓ അങ്ങനെ. പിന്നെ മാരേജ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ആർ യു ഹാപ്പി? ആ, ഐ ആം ഹാപ്പി. എങ്ങനെ ഹാപ്പി ആകാതിരിക്കും? നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആണല്ലോ എല്ലാം കേട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. വരാൻ പറ്റാഞ്ഞല്ല, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാ. നിന്നോട് അങ്കിൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിനോട് പറഞ്ഞിട്ടില്ല. എനിക്കിന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ അങ്കിളിനോട് നിന്നെ കണ്ണുകയ്ക്കണെ പറ്റി സംസാരിക്കുകയും ചെയ്തു. അങ്കിളിനോട് ഓക്കെയും പറഞ്ഞു, ഫാമിലിനെ കൂട്ടി വീട്ടിലേക്ക് വരാനും പറഞ്ഞു. നമ്മുടെ കല്യാണ മംഗള ആലോചനയെ പറ്റി ശിവാംശ അറിഞ്ഞിരുന്നു. അതിനുശേഷം അവരൊന്ന് മുടക്കാൻ കുറേ ശ്രമം നടത്തിയായിരുന്നു. അങ്കിൾ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നതിന്റെ തലേ ദിവസം ശിവാംശയെന്ന് അങ്കിളിനോട് പറഞ്ഞത് അവന് നിന്നെ ഇഷ്ടമാണ്. അന്ന് എന്നെ അങ്കിള് വിളിച്ചിരുന്നു. ശിവാംശ് അങ്ങനെയൊക്കെ പറഞ്ഞു, ശിവാംശിന്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ പോവാണ്, എന്നോട് സോറിയൊക്കെ പറഞ്ഞായിരുന്നു. അങ്കിള് റീസൺ പറഞ്ഞത്, നീ ശിവാംശ് കുഞ്ഞോട് ഫ്രണ്ട്സാണ്, നിനക്ക് ശിവാംശിന്റെ അച്ഛനും അമ്മനും ഒരുപാട് ഇഷ്ടമാണ്, നീ ഏറ്റവും കൂടുതൽ അവരുടെ വീട്ടിലാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും, പിന്നെ നീ അമ്മയില്ലാതെ വളർന്നുകൊണ്ട് ശിവാംശിന്റെ അമ്മ നിനക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു, അതുകൊണ്ട് നീ അവിടെയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, നിന്റെ ഹാപ്പിനെസ് ആണ് അങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് എന്തായാലും നിന്നെ വിധിച്ചിട്ടില്ല, അവനാ നിന്നെ വിധിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ശിവാംശ്, ലഷ്, എന്താടാ? എനിക്കിനോട് കുറച്ച് സംസാരിക്കണം. ആ, സംസാരിക്കാം. ഞാനിന്ന് മോളിൽ വെച്ച് ദേവിനെ കണ്ടു. ദേവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ലഷ് ഡാ, നീ ഇനി ഒരു അക്ഷരം മിണ്ടല്ല. ഞാൻ നിന്നോട് എന്ത് ചോദിക്കുന്നു അതിന് മാത്രം നീ മറുപടി തന്നാൽ മതി. ദേവനോടൊരു കാര്യം പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞോളൂ. അതെന്താന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാതെ അതെന്താന്ന് നിനക്കറിയാം. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? ശിവാംശ്, നീ പറ, നീ ഡാഡിയോട് പോയി നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എൻ്റെ ദേവിൻ്റെ കല്യാണം ഡാഡി ആലോചിച്ചത് കൊണ്ടല്ലേ? അത് നിനക്ക് മുടക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അല്ലാതെ നിനക്ക് എന്നോട് പ്രണയം ഉണ്ടാക്കട്ടുണ്ടായിട്ടൊന്നും അല്ലല്ലോ. ഡാ, അത് എന്തിനു വേണ്ടിയാണ് നീ നിന്റെ ലൈഫ് എനിക്ക് വേണ്ടി ഇങ്ങനെ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ ദേവിനെ കെട്ടുന്ന നോക്കിക്കൊണ്ട് നിൽക്കണോ? നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം. അവനെ പോലെ വൃത്തികെട്ട നീ നോട്ടിൽ തന്നെയില്ല. നിന്റെ ഡാഡിയോട് ഞാൻ 100 തവണ പറഞ്ഞു, പക്ഷെ നിന്റെ ഡാഡി കേൾക്കാനേ കൂട്ടാക്കിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കാതെ വന്നുകൊണ്ടാണ് നിന്റെ ഡാഡിയോട് പോയി ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ച് നമ്മളായിട്ടുള്ള കല്യാണം ഡാഡി ഉറപ്പിക്കൊള്ളുന്നു. എടാ, ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. നീ എനിക്ക് വേണ്ടി ഇപ്പം നിന്റെ സ്വന്തം ലൈഫ് നശിപ്പിച്ചിരിക്കുന്നത് നിനക്കറിയാലോ. എനിക്ക് നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളത് വേറെ രീതി കാണാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് കെവിനല്ലാതെ വേറെ ആളെ സ്നേഹിക്കാനോ ചിന്തിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നെ ഒരു ഹസ്ബൻഡായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ലത്. ലഷ്, ഞാൻ നിന്നോട് കെവിനെ മറന്ന് എന്നെ സ്നേഹിക്കാൻ പറഞ്ഞു, അല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിലും ജീവിക്കാൻ പറഞ്ഞു. ഇല്ലല്ലോ, പിന്നെ നീ ഇതിന് ആവശ്യമാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു കൂട്ടുന്നേ. നിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണും, അത് ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എൻ്റെ അമ്മയുടെ അധികം ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുക, അതാ നിനക്ക് നല്ലത്. നീ ഇതൊക്കെ വിട്. നിനക്ക് എന്നോട് ചോദിക്കാനുള്ളതൊക്കെ നീ ചോദിച്ചു, എനിക്ക് പറഞ്ഞുള്ളതൊക്കെ ഞാനും പറഞ്ഞു. ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർന്നു. പണ്ട് നമ്മൾ എന്തായിരുന്നു അത് തന്നെ ഇപ്പോഴും, ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഞാനൊന്ന് പുറത്തു പോവാം, നീ വരുന്നുണ്ട് എൻ്റെ കൂടെ? എന്നാൽ നിൻ്റെ വീട്ടിൽ പോ. നിൻ്റെ ഡാഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാത്തെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ടില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം. ഡാഡി നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഫുൾ പ്രോപ്പർട്ടീസ് നമ്മുടെ പേരിൽ തരാമെന്നല്ലേ പറഞ്ഞേ? ഇതുവരെ തന്നില്ലല്ലോ. ഇനി നമ്മൾ ചെല്ലാതെ ചിലപ്പോൾ തന്നില്ലെങ്കിലോ? അത് നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം. നീ എന്തിനാ ഇപ്പൊ കണ്ടു ജീവിക്കുന്നേ? ഒന്നുമില്ല, നീ വാ, നമുക്ക് പോയേക്കാം. നീ ചെന്നിട്ട് നിന്റെ ഡാഡി പ്രോപ്പർട്ടി ഒന്നും തന്നില്ലെങ്കിലോ? വാ പോയേക്കാം.
नाम सा अब कोई भी लफ्ज नहीं पढ़कर देखे 100 किताबें 100 दफा ശിവാംഷ് ഇവനിതേതാ? ശിവാംഷ് എന്താ രേഷ്? ഇവനിതേതാ? എടാ ഇവൻ അമ്മയുടെ ഫ്രണ്ടിന്റെ മോനാടാ. എടാ ഞാൻ ഇവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കീറ്റൻ ലണ്ടനിലാണ് പഠിക്കണേന്ന് പറഞ്ഞിട്ടില്ലേ? ആ എനിക്ക് ഓർമ്മയില്ല. ഓ ഇതാണോ ലക്ഷ്യം? എന്തായാലും എന്നെക്കാൾ ലുക്കൊന്നുമില്ല. ചേർന്ന് എന്നെ കിട്ടിയ പോരായിരുന്നു. ഇവനെക്കാൾ ലുക്ക് ഞാനല്ലേ. ഒന്ന് പോടാ. അല്ലെങ്കിലും പണ്ടോട്ട് ആത്മഹത്യയുടെ പ്രണയിക്കുന്ന പ്രണയാരും കാണാറില്ലല്ലോ. നീ വായടിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ വല്ല പോയിരിക്കും. ഇപ്പൊ തന്നെ നമ്മ ഫുഡ് എടുത്തു വെക്കും, അത് കഴിക്കാം. ആന്റി ഇത് ഫുൾ എന്റെ ഫേവറേറ്റ് ഫുഡ് ആണല്ലോ. ചെറുക്കാ നീ വെള്ളപ്പിളക്കല്ലേ ഇങ്ങോട്ട് വന്നെ, അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കി തരണ്ടേ? ഓ അങ്ങനെ. എന്തായാലും ഇത് ഫുൾ ഞാൻ തന്നെ കഴിച്ചോളൂ. എന്നോട് തന്നെ ആകുമ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും നീ തന്നെ ഇത് മുഴുവൻ കഴിക്കരുത്. നിന്റെ ഫേവറേറ്റ് ഫുഡ് അല്ലേ? ഞാൻ തന്നെ കഴിച്ചോളാം. നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ ഞാനിവിടെ കുറച്ചും കൂടി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തോണ്ട് വരട്ടെ. ഡാ ഇങ്ങോട്ട് വന്നതേ. നിന്റെ മോൻ മുഴുവൻ ഫുഡ് ഇരിക്കണം, തൂക്കട്ടെ. എനിക്ക് ഫുഡ് മതിയായി, ഞാൻ റൂമിൽ പോവാം. ലഷ് ഡാ ഇവനിതെന്ത് പറ്റി? ലഷ് എന്താ? നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കൊന്നും പറ്റില്ല. അവിടെ നിന്ന് മോൻ മുറിപ്പിച്ച് ഇവിടെ വന്നിരിക്കണേ എന്തിനാ? നീ ആദ്യം കാര്യം പറ. ആ രണ്ടും പിശാശ് ഇവിടെ നിന്ന് എപ്പോ പോവും? വിശ്വാസോ കിരണോ? അവന് 2 ആഴ്ച ഇവിടെ കാണും. 2 ആഴ്ചയോ? 2 ആഴ്ച ഒന്നും പറയില്ല. അവൻ ഇന്ന് ഇവിടുത്തെ പറഞ്ഞു വിട്. ഇപ്പോഴോ? അതിനവനിങ്ങ് വന്ന് കേഴുന്നുള്ളൂ. അവനെങ്ങനെ പറഞ്ഞു വിടണേ? അല്ല നിനക്കെന്താ അവനോട് പ്രശ്നം? എനിക്ക് അവനങ്ങ് പിടിച്ചിട്ടില്ല. അവൻ വന്ന് കയറിയപ്പോൾ ചൊറിയുന്ന ഭർത്താനും ചൊറിയുന്ന കാട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങ് അവനോട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. അവൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നത്? അവൻ പറയുന്നതും ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. നിനക്കിപ്പോ അവനെ മതിയല്ലോ. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ വന്നപ്പോൾ തൊട്ട് നിന്റെ മൂട്ടിൽ അതെനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അതെന്താ നിനക്ക് പിടിക്കാത്തത്? അതൊന്നുമില്ല. ഞാൻ അടുത്തേക്ക് പോകും, നീ മറിക്കേ. നീ പറഞ്ഞിട്ട് പോയാ മതി. പറ, അവൻ എൻ്റെ അടുത്ത് വരുന്ന നിനക്കെന്താ ഇഷ്ടമല്ലാത്തത്? ഒന്നുമില്ല, ഞാൻ എന്നോട് പറഞ്ഞില്ല. നീ ആണീ മറിക്കേ അങ്ങോട്ട്. ഒന്നുമില്ലേ? Throw away the city lights, throw away the cars, give me a clear night underneath the stars. I don't want no concrete jungles, no suburbia. ലഷ് ഐ എം സോറി. സോറി. ഞാൻ താഴേക്ക് പോവാം, നീ വന്നേക്ക്. ശിവാംശ്, എനിക്കെന്തേ പറ്റിയേ? അവനെന്തേ ചെയ്ത്? ഞാനെന്തേ ചെയ്ത്? ലഷ് നീ എന്താ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്? എടാ, ഞാൻ ശിവാംശ് ഒരു ചാൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആരെയല്ല വ്യക്തിയും? നോ, ലവ് ഒന്നുമല്ല. പക്ഷേ കല്യാണം പോലെ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫീലിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോഴത്തേക്ക് എന്തോ ചിലപ്പോൾ ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഹസ്ബൻഡാണെന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ അത് പ്രണയമൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അത് കെവിനെയാണ്. അവൻ്റെ കൂടെ ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ശിവാംശിന് ചാൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ട അവൻ്റെ ലൈഫിൽ നശിപ്പിനെ കണ്ടിക്കാനെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ അവനെനിക്ക് ആർക്കും വിട്ടുകൊടുക്കാനും പറ്റില്ല.
നീ പറഞ്ഞ പോലെ ചിലപ്പോൾ നീ അവരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള അവന്റെ ഹസ്ബൻഡ് ആണെന്നുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി അവൻ അവന്റെ ലൈഫ് നശിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാകാം. എന്തായാലും നീ എടുത്തേക്ക് നല്ലൊരു ഡിസിഷനാണ്. ഞാൻ വിചാരിച്ചു നീ കെവിൻ കൊടുത്ത് നിന്റെ ലൈഫ് മുഴുവൻ നശിപ്പിക്കുമെന്ന്. പക്ഷേ എനിക്കിപ്പോ സന്തോഷമായി. നിന്റെ മുഖത്തെ ചിരി കാണാനാ കെവിനും ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. താങ്ക്സ്. അവനെപ്പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നതിന്. കെവിനെ പോലെ നീയും എൻ്റെ അനിയനും. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ നല്ല ചേട്ടനായിട്ട് ഞാൻ എന്നും കാണും. അപ്പൊ മോൻ ചെല്ലു വീട്ടിൽ ചെന്ന് ശിവാംശനോട് പറ നിനക്ക് എന്റെ ചാൻസ് തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ സ്നേഹിച്ചവരെ നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് വിധിച്ചവരുണ്ട്. അവരെ സ്നേഹിക്കുക, അവരെ കൂടെ ജീവിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലതായ ലൈഫ്. ശിവ, ഇതെന്താണ് പരിപാടി? കൊച്ചേർക്ക എന്നെക്കട അവന്റെ മേത്തുന്നു. എന്തോന്നാണോ തനിക്ക്? താനിപ്പ എന്നെ കൊല്ലൂലോ? ആടാ, ഞാൻ നിന്നെ കൊല്ലും. ഇങ്ങനെ പോയി നിന്നെ കൊല്ലാതെ വേറെ ഒരു വഴിയില്ല എനിക്ക്. തനിക്ക് എന്തോടെ പറ്റിയേ? എനിക്കെന്താ പറ്റിയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കലും. നിനക്ക് ഞാൻ 1 മിനിറ്റ് ടൈം തരാം, അതിനുള്ളിൽ നീ റൂമിന്റെ വില അറിയിക്കോ. പിന്നെ ഇനി മേലെ നിന്ന് ഞാൻ ഇവന്റെ മൂട്ടി വില കണ്ട ഈ ലക്ഷ്യം നീ അറിയും. അല്ലെങ്കിൽ ഞാൻ പോവാ. നീ എന്തിനാണ് കിടന്ന് ചിരിക്കുന്നേ? ഇതെന്ത് ചെയ്ത് എന്റെ വീട്ടിൽ എന്റെ റൂമിൽ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? നീ ഇപ്പൊ എന്തിനാ അവനെ നിന്റെ മടി കെട്ടി വെച്ചോണ്ടിരുന്നേ? എടാ, ഞാൻ കയറ്റി വെച്ചതല്ല, അവൻ വന്ന് കേറിയിരുന്നതാ. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? അവൻ കയറിയിരിച്ചു. അവൻ അതുപോലത്തെ സാധനം. എനിക്ക് എന്നോട് കുറച്ച് കാര്യം ചോദിക്കാനുമുണ്ട്, പറയാനുമുണ്ട്. ആ, ചോദിക്ക്, പറ. നിനക്ക് വല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വല്ല ക്രഷോ എന്തെങ്കിലും ഉണ്ടോ? നിനക്കെന്താണ് എന്നെ കണ്ടിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു നിനക്ക് അങ്ങനെയൊന്നുമില്ലെന്ന്. ആ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഉണ്ടെങ്കിൽ നീ അറിയാതിരിക്കൂ. അപ്പോ ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഞാൻ നമ്മുടെ ഈ മാരേജിന് ഒരു ചാൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇപ്പോ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കേട്ടോ, എനിക്ക് നിന്റെ ഹസ്ബൻഡായിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങ് ജീവിക്കണമെന്ന്. എടാ, നീ പറയുന്ന വല്ല ബോധത്തോടെയാണോ? നീ കുടിച്ചിട്ട് വല്ല ഉണ്ടോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ നല്ല ബോധത്തോടെ തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എടാ, നീ കണ്ട ലൈഫ് നശിക്കുക എന്നുള്ള തോന്നൽ കൊണ്ടാണ് നീ ഈ ഡിസിഷൻ എടുത്തെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്നോടൊന്നുമില്ലേ? എടാ, അത് ഇല്ലെന്ന് നീ പറയില്ല. എന്തായാലും നിന്നോട് എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ. എടാ, അത് ഞാൻ ഓക്കെ, സമ്മതിച്ചു. എനിക്ക് നിന്നോട് എന്തോ ഉണ്ട്. കല്യാണത്തിന് മുന്നേ വരെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കല്യാണത്തിന് ശേഷം എനിക്ക് നിന്നോട് എന്തൊക്കെയോ ഫീലിങ്സ്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും അറിയത്തില്ല. പക്ഷേ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും നിൻ്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്നും അങ്ങനെയൊക്കെ തോന്നുക. പിന്നെ ഇപ്പോൾ ചില സമയത്തൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്ക് മറ്റേ ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ട്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയത്തില്ല, ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. ഇതിന് നിന്നോടാണ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത്. ലൈഷ്, Kiss me. ഡാ, Kiss me. ആർ യു സീരിയസ്? I'm serious. ഞാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. പിന്നെ പലതും ചെയ്യും. ചെയ്തു. ചെയ്യണ്ടെന്നാരോ പറഞ്ഞേ? നീ സീരിയസ് ആണല്ലോ അല്ലേ? ആ, ഞാൻ സീരിയസാ. Throw away the city lights, throw away the cars. Give me a clear night underneath all the stars. I don't want no concrete jungles, no suburbia. I just want somewhere that the blue skies are. So come with me.